രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൻപുറത്തെ ആ വീതി കുറഞ്ഞ റോഡിലൂടെ ജിത്തു തന്റെ കാറായ വാഗനർ സാവധാനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോഡിന്റെ ഇരുവശത്തും നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നേർത്ത മഞ്ഞ് അരിച്ചിറങ്ങുന്നുണ്ട്. കാറിനുള്ളിൽ ഒരു ചെറിയ നിശബ്ദത. ഇടയ്ക്ക് അപ്പോളോ സൈഡ് ഗ്ലാസ്സിലൂടെ വെളിയിലേക്ക് നോക്കിയിരുന്ന ആര്യയെ ജിത്തു ഒന്ന് പാളി നോക്കി. എന്താ ആര്യയെ, ഒരു മിണ്ടാട്ടമില്ലല്ലോ? സിനിമ അത്രയ്ക്ക് മോശമായിരുന്നോ? അവൻ പതിയെ ചോദിച്ചു. ഏയ്, കുഴപ്പമില്ല, കൊള്ളാം. ആര്യ തന്റെ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ മറുപടി പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് ഒക്കെ കണ്ടപ്പോൾ തിയേറ്ററിൽ നല്ല കയ്യടിയായിരുന്നല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ജിത്തു വീണ്ടും സംഭാഷണം തുടങ്ങാൻ ശ്രമിച്ചു. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒന്നുമില്ല ജിത്തു ഏട്ടാ, നല്ല സിനിമ തന്നെ. പക്ഷേ എനിക്ക് എന്തു പറ്റിയോ എന്തോ, പഴയ പോലെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ജിത്തുവിന് കാര്യം ഏകദേശം പിടികിട്ടി. ഈ തിയേറ്ററിൽ സിനിമയ്ക്ക് വരാൻ തന്നെ അവൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. നഗരത്തിലെ വലിയ ഷോപ്പിംഗ് മാളിൽ പോയി സിനിമ കാണണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ കൽപ്പണി കഴിഞ്ഞു വരുമ്പോൾ ജിത്തുവിന് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള ടൗണിലെ തിയേറ്ററിൽ പോകാമെന്ന് അവൻ നിർബന്ധിക്കുകയായിരുന്നു. പെട്ടെന്ന് ആര്യയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. അവൾ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഓരോന്നായി നീക്കി നോക്കുകയായിരുന്നു. ദേ ജിത്തുവേട്ടാ, ഇത് നോക്കിയേ, നമ്മുടെ സുമേഷും ഭാര്യയും ഊട്ടിയിൽ പോയിരിക്കുന്നു. ഈ മഞ്ഞത്ത് അവിടെ നല്ല രസമായിരിക്കുമല്ലേ? ഫോൺ സ്ക്രീനിലെ ഫോട്ടോകൾ ജിത്തുവിനെ കാണിച്ചുകൊണ്ട് അവൾ തുടർന്നു. നമുക്കും ഈ ഞായറാഴ്ച ഒന്ന് പോയാലോ? ഒരു ചെറിയ ട്രിപ്പ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടോ? എന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരു മൈസൂരും മൂന്നാറും മാത്രമല്ലേ ഏട്ടൻ കൊണ്ടുപോയുള്ളൂ. ഏട്ടൻ എപ്പോഴും ഈ വീടും പണിയും വീടും തന്നെ. ആര്യയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ജിത്തുവിന്റെ ചങ്കിൽ ഒന്ന് കൊണ്ടു. കയ്യിലിരുന്ന സ്റ്റിയറിംഗിൽ അവന്റെ പിടുത്തമൊന്നു മുറുകി. ഒരു നിമിഷം അവൻ ഒന്നും മിണ്ടിയില്ല. റോഡിലെ ചെറിയൊരു കുഴി വെട്ടിച്ച് കാർ നേരെയാക്കിയ ശേഷം അവൻ പതുക്കെ പറഞ്ഞു. ഊട്ടിക്കൊക്കെ പോകാടി, പക്ഷെ ഈ ഞായറാഴ്ച കുറച്ച് ബുദ്ധിമുട്ടാവും. തിങ്കളാഴ്ച ഈ കാറിന്റെ അടവ് വരാനുള്ളതാ. കയ്യിലുള്ളത് അതിന് തികയുമോ എന്ന് നോക്കണം. പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ കോൺക്രീറ്റ് അടുത്ത ആഴ്ചയാ. അത് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് പൈസ വരും. അപ്പൊ നമുക്ക് പോയാലോ? ആര്യയുടെ മുഖത്തെ ആ തെളിച്ചം പെട്ടെന്ന് മാഞ്ഞു. അവൾ ദേഷ്യത്തോടെ ഫോൺ ലോക്ക് ചെയ്ത് സീറ്റിലേക്ക് ചാരിയിരുന്നു. എനിക്കറിയാമായിരുന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അപ്പോൾ വരും ഓരോ കാരണങ്ങൾ. ഏട്ടനല്ലെങ്കിലും എന്ത് പറഞ്ഞാലും പ്രാരാബ്ധം മാത്രമേ പറയാനുള്ളൂ. കൽപ്പണിക്ക് പോയി എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ കഴിയുക? നാട്ടുകാരുടെ വീട് പണിതു കൊടുത്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ ഈ കാറിന്റെ അടവും വീട്ടിലെ ചെലവും പറഞ്ഞു തീർക്കാനാണല്ലോ എന്റെ വിധി. അവളുടെ ആ വാക്കുകൾ ജിത്തുവിനെ വേദനിപ്പിച്ചു. തന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ ആകെ ഉണ്ടായിരുന്ന പെങ്ങളെ നല്ലൊരു നിലയിൽ കെട്ടിച്ചയക്കാൻ അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. അതൊക്കെ ആര്യക്കറിയാവുന്നതാണ്. പക്ഷെ ഒരു പെണ്ണെന്ന നിലയിൽ അവൾക്കും ചില ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ എന്ന് അവൻ ഓർത്തു. എടി, നീ എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നത്? ഞാൻ കൊണ്ടുപോകാമെന്നല്ലേ പറഞ്ഞത്? നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദിവസം ഞാൻ നിന്നെ ഊട്ടിയിൽ കൊണ്ടുപോകാം. പൈസ ഒന്ന് ഒപ്പിക്കട്ടെ ഞാൻ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരു സുഖമില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ഒന്ന് തൊട്ടു. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകണ്ട, ഏട്ടൻ വണ്ടി ഓടിക്കി. അവൾ കൈ മാറ്റിക്കളഞ്ഞു. പക്ഷേ ആര്യയുടെ ആ കൊച്ചു പിണക്കങ്ങൾ കാണുമ്പോൾ ജിത്തുവിന് അവളോട് കൂടുതൽ ഇഷ്ടമാണ് തോന്നാറുള്ളത്. സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് അവള് മാത്രമേ ഉള്ളൂ എന്ന തോന്നലായിരിക്കാം അതിന് കാരണം. അവൻ അവളുടെ ഓരോ പരിഭവങ്ങളും ആസ്വദിക്കാറുണ്ട്. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ കാർ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റി നിർത്തി. കാർ മുറ്റത്ത് നിർത്തിയിട്ടും ആര്യ മിണ്ടാതെ തന്നെ ഇരുന്നു. ജിത്തു വണ്ടി ഓഫ് ചെയ്ത് കീ എടുത്തു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അണഞ്ഞതോടെ മുറ്റത്തെ പ്ലാവിന്റെയും മാവിന്റെയും നിഴലുകൾ കാറിനുള്ളിലേക്ക് പടർന്നു. ആര്യ പതിയെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ജിത്തുവും ഇറങ്ങി വന്ന് വീടിന്റെ പൂമുഖത്തെ ലൈറ്റിട്ടു. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ആര്യ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ജിത്തു ഹാളിലെ ഫാനിട്ട് സോഫയിൽ ഒന്നിരുന്നു. ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി ഊരുമ്പോൾ അവന്റെ മനസ്സ് നിറയെ കാറിൽ വെച്ച് ആര്യ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവള് പറഞ്ഞതിൽ തെറ്റില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവൾക്കും അത് ആഗ്രഹമുണ്ടാകില്ലേ? പക്ഷേ തന്റെ കയ്യിലെ അവസ്ഥ അതല്ലല്ലോ എന്നോർത്തപ്പോൾ അവന് ചെറിയൊരു ഭാരം തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. ആര്യ അപ്പോളേക്കും ചുരിദാറ് മാറ്റി നൈറ്റിയിലേക്ക് മാറി കട്ടിലിൽ ചുവരിലേക്ക് തിരിഞ്ഞു കിടന്നിരുന്നു. ജിത്തു അലമാരയിൽ നിന്നും ഒരു ലുങ്കി എടുത്തുടുത്ത് ഷർട്ട് മാറ്റി കട്ടിലിന്റെ മറുവശത്ത് അവൾക്കരികിലായി കിടന്നു. മുറിയിൽ സീറോ ബൾബിന്റെ ആ മങ്ങിയ വെളിച്ചം മാത്രം. അവൻ പതിയെ കൈനീട്ടി അവളുടെ തോളിൽ ഒന്ന് തൊട്ടു. എടി, ഉറങ്ങിയോ? മറുപടി ഒന്നുമില്ല. അവൾ അവന്റെ കൈ തട്ടി മാറ്റാൻ നോക്കി. എനിക്ക് ഉറക്കം വരുന്നു ജിത്തേട്ടാ, ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ആര്യേ? നമുക്ക് പോകാലോ. ഞാൻ പൈസയുടെ കാര്യമൊന്ന് നോക്കട്ടെ. അവൻ അവളെ തന്റെ അടുത്തേക്ക് തിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു.
അവൾ അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു കിടന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. ജിത്തുവേട്ടൻ എപ്പോഴും പൈസയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷമാകുന്നു. എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഓരോ ആഴ്ചയും ഓരോ സ്ഥലത്താ, പോരാത്തതിന് വിദേശത്തും. ജിത്തുവേട്ടനോട് ഞാൻ ചോദിക്കുമ്പോ ഓരോരോ പരാതികൾ. അച്ഛൻ ഈ ആലോചന കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാ, ഒരു കൽപ്പണിക്കാരന്റെ കൂടെ പോയാ നീ കഷ്ടപ്പെടുമെന്ന്. പക്ഷേ അന്ന് ഞാൻ അതൊന്നും കേട്ടില്ല. എനിക്ക് ജിത്തുവേട്ടന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിലും നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നെന്ന്. ആ വാക്കുകൾ ഒരമ്പു പോലെ ജിത്തുവിന്റെ നെഞ്ചിൽ തറച്ചു. അവൻ ഒരു നിമിഷം തരിച്ചുപോയി. തന്റെ കഷ്ടപ്പാടുകൾ അവൾക്ക് വേണ്ടിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് സങ്കടം വന്നു. അപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലേ? നിനക്ക് വല്ല ബിസിനസ്സുകാരനെയോ ഓഫീസിൽ പോകുന്നവരെയോ കെട്ടാമായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവൾ പതുക്കെ തല താഴ്ത്തി. പിന്നെ എങ്ങനെയാ? എടി, എനിക്ക് നീയല്ലാതെ ഈ ലോകത്ത് വേറെ ആരുണ്ട്? എന്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ട കടം തീർക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയില്ലേ? ഈ വീടും കാറുമൊക്കെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഉണ്ടാക്കിയത്. കുറച്ചു കാലം കൂടി ഒന്ന് സഹിച്ചൂടെ? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ജിത്തുവിന്റെ കണ്ണിൽ നിന്നും അവൻ അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ ദേഹത്തേക്ക് വീണു. അത് കണ്ടതോടെ അവളുടെ ഉള്ളിലെ ദേഷ്യം കുറച്ചില്ലാതായി. അവൻ അപ്പോൾ അവളെ പതുക്കെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സാരമില്ലടി, നീ വിഷമിക്കണ്ട. നിനക്ക് ഊട്ടിയിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പോകാം. അടുത്ത ഞായറാഴ്ച വരെ ഒന്നും കാത്തു നിൽക്കണ്ട. ബുധനാഴ്ച പണിക്കൊരവധി പറഞ്ഞ് നമുക്ക് വണ്ടിയെടുക്കാം. തിങ്കളാഴ്ചത്തെ അടവിനുള്ള പൈസ ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. എന്റെ ആര്യക്കുട്ടിയെ ഞാൻ കൊണ്ടുപോകും, പോരെ? അത് കേട്ടപ്പോൾ അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിക്കിടന്നു. ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലെ സങ്കടമെല്ലാം മാഞ്ഞു പോയിരുന്നു. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സത്യമാണോ ജിത്തുവേട്ടാ? അവൾ പതിയെ ചോദിച്ചു. പിന്നല്ലാതെ, നീ സന്തോഷമായിരിക്കാനല്ലേ ഞാനീ കഷ്ടപ്പെടുന്നത്? ജിത്തു അവളുടെ നെറ്റിയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. മുറിയിലെ ആ മങ്ങിയ വെളിച്ചത്തിൽ ജിത്തു അവളെ ചേർത്തു പിടിച്ചു. അവൾ വെറും ഒരു ഭാര്യയല്ലായിരുന്നു. തന്റെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനുമപ്പുറം താൻ ജീവിക്കുന്നതിന്റെ ഏക ലക്ഷ്യം തന്നെ അവളായിരുന്നു. അവന്റെ വിരലുകൾ അവളുടെ മുടിയകളിലൂടെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. ജിത്തുവേട്ടാ, നമുക്ക് ശരിക്കും പോകാൻ പറ്റുമോ? അവൾ വീണ്ടും പതുക്കെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയല്ല, മറിച്ച് തന്റെ ആഗ്രഹം നടന്നു കാണാനുള്ള ഒരു വാശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്താടി, ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര വേണമെങ്കിലും പണിയെടുക്കാൻ ഒരു മടിയുമില്ല. അവൻ അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി ചുംബിച്ചു. ജിത്തുവിന്റെ ഉള്ളിൽ ആ നിമിഷം അവളോടുള്ള അതിരറ്റ സ്നേഹമായിരുന്നു. അവളുടെ ഓരോ പരിഭവങ്ങളും മാറ്റി അവളെ സന്തോഷിപ്പിക്കാനുള്ള വെമ്പലിലായിരുന്നു അവൻ പതുക്കെ അവളെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു. ജിത്തുവിന്റെ തഴമ്പിച്ച കൈകൾ അവളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്റെ അധ്വാനത്തിന്റെ കരുത്തുള്ള ശരീരത്തിലേക്ക് അവളെ അവൻ ചേർത്തു വെച്ചു. ആര്യ തടഞ്ഞില്ല. അവൾ അവനെ കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് കിടന്നു. ആ രാത്രി അവരുടെ ഇടയിൽ സ്നേഹത്തിന്റെ നിമിഷങ്ങൾ കടന്നുപോയി. ജിത്തുവിന്റെ ലോകം അവളിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. അവന്റെ ഓരോ സ്പർശനത്തിലും അവളോടുള്ള അടങ്ങാത്ത അനുരാഗവും കരുതലും ഉണ്ടായിരുന്നു. അവൻ അവളെ തന്റെ ആത്മാവിനോട് ചേർക്കുന്നത് പോലെയാണ് പെരുമാറിയത്. എന്നാൽ ജിത്തുവിന്റെ ആലിംഗനത്തിൽ ഒതുങ്ങിക്കിടക്കുമ്പോഴും ആര്യയുടെ മനസ്സ് അവിടെ ഒന്നുമായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ഇരുട്ടിലേക്ക് തുറന്നിരുന്നു. ജിത്തു തന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ ആ സ്നേഹത്തിന് അവളുടെ ഉള്ളിലെ ആ ശൂന്യത നികത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജിത്തുവിന്റെ പരുക്കൻ കൈകൾ തന്റെ മേൽ പതിയുന്നതിനേക്കാൾ തന്റെ കൂട്ടുകാരികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആഡംബര യാത്രകളും നല്ല വസ്ത്രങ്ങളും അവർ കാണുന്ന വലിയ സ്വപ്നങ്ങളുമായിരുന്നു അവളുടെ ഉള്ളിൽ. അവൻ തന്നെ ചേർത്തു പിടിക്കുമ്പോഴും അവൾ ആലോചിച്ചത് ഊട്ടിയിൽ പോകുമ്പോൾ ഏത് ഉടുപ്പിടണമെന്നതിനെ കുറിച്ചായിരുന്നു. നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതും അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നതുമാണ് തന്റെ വലിയ കാര്യമെന്ന് അവൾ വിശ്വസിച്ചു. ജിത്തുവിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെക്കാൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ വലിയ ജീവിതത്തെയായിരുന്നു അവൾ മോഹിച്ചത്. അവൻ തന്റെ സ്നേഹം മുഴുവൻ അവളിലേക്ക് പകർന്നു നൽകുമ്പോൾ അവൾ ഒരു യന്ത്രം പോലെ അവനോട് സഹകരിച്ചു കൊണ്ടിരുന്നു. മനസ്സിൽ അവനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി തന്റെ ആഗ്രഹങ്ങൾ ജയിച്ചു എന്നൊരു തോന്നലായിരുന്നു അവൾക്ക്. ജിത്തു ശ്വാസം കിട്ടാതെ അവളെ സ്നേഹിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ജനാലയ്ക്കപ്പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ഏതോ ഒരു വലിയ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിത്തു തളർന്ന് അവളുടെ തോളിലേക്ക് തലചായ്ച്ചു. അവൻ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. തന്റെ പെണ്ണിനെ സന്തോഷിപ്പിച്ചു എന്നൊരു സമാധാനം അവന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ ആര്യ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ മതിയോ എന്നൊരു ചോദ്യം അവളുടെ മനസ്സിലെവിടെയോ ഒരു കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വെളുപ്പിന് 5 മണിക്ക് തന്നെ ജിത്തു എഴുന്നേറ്റു. അടുക്കളയിൽ കയറി സ്വയം ഒരു ചായ ഇട്ട് കുടിച്ചു. ആര്യ അപ്പോഴും നല്ല ഉറക്കത്തിലാണ്.
അവൻ മെല്ലെ പുറത്തിറങ്ങി തന്റെ വാഗണർ കാറിനരികിൽ ചെന്ന് നിന്നു. കഴിഞ്ഞ മാസം അതിന്റെ ടയർ മാറ്റിയതും ഇൻഷുറൻസ് അടച്ചതുമൊക്കെ വലിയ ബാധ്യതയായിരുന്നു. തിങ്കളാഴ്ച 12,000 രൂപ അടവ് വരാനുള്ളതാണ്. കയ്യിലാണെങ്കിൽ ആകെ 4,000 ഉള്ളൂ. ജിത്തു അപ്പോൾ അവന്റെ കൈയൊന്നുയർത്തി. തന്റെ അധ്വാനത്തിന്റെ തഴമ്പുള്ള കൈകളിലേക്ക് അവൻ നോക്കി. ഈ കൈകൾ കൊണ്ടാണ് താൻ ആര്യയ്ക്ക് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ പടുത്തുയർത്തുന്നത്. പക്ഷേ അവൾക്കതൊന്നും തികയുന്നില്ലേ എന്ന ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എങ്കിൽ അപ്പോൾ തന്നെ ആര്യയുടെ മുഖമോർത്തപ്പോൾ അവൻ അവളോട് സ്നേഹവും തോന്നി. അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ഞാനല്ലേ ഉള്ളൂ. ഈ വാശിയൊക്കെ എന്നോടല്ലാതെ ആരോടാണ് അവൾക്ക് കാണിക്കാൻ പറ്റുക? അവൻ അപ്പോൾ തന്നെ പണിസ്ഥലത്തെ മേസ്തിരി സൈമൺ ചേട്ടനെ വിളിക്കാൻ ഫോൺ എടുത്തു. സൈമണേട്ടാ, ഒരു ചെറിയ അത്യാവശ്യം. എനിക്കൊരു 15,000 രൂപ അഡ്വാൻസ് വേണം. തിങ്കളാഴ്ച തടവിനുള്ളതാണ്. പിന്നെ വേറൊരു അത്യാവശ്യവും. ജിത്തു ശബ്ദം താഴ്ത്തി ചോദിച്ചു. എടാ ജിത്തു, ഇപ്പൊ കയ്യിൽ പണമില്ലല്ലോ. അടുത്ത ശനിയാഴ്ചയല്ലേ കൂലി കൊടുക്കുന്നത്. ഇതിപ്പോൾ പാതി വഴിയിലുള്ള പണിയല്ലേ? സൈമൺ ചേട്ടൻ കൈമലർത്തി. പക്ഷേ ജിത്തു വിട്ടില്ല. ആര്യയുടെ മുഖത്തെ ആ വാട്ടം മാറ്റാൻ അവൻ ഉറപ്പിച്ചിരുന്നു. അവസാനം അടുത്ത 3 ഞായറാഴ്ചകളിൽ ഓവർ ടൈം പണിയെടുക്കാം. പിന്നെ ഒരു കുറി കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ പെട്ടെന്ന് തന്നേക്കാം എന്നുകൂടി പറഞ്ഞ് ആ ഉറപ്പിൽ സൈമൺ ചേട്ടൻ പണം നൽകാമെന്ന് സമ്മതിച്ചു. പണം കിട്ടിയതും ചിത്തുവിന്റെ ഉള്ളിൽ ഒരു തരി വെളിച്ചം വന്നു. തന്റെ വിശ്രമം വിറ്റാണെങ്കിലും അവളുടെ ആഗ്രഹം നടത്താമല്ലോ. അങ്ങനെ ബുധനാഴ്ച രാവിലെ ആര്യ വലിയ ആവേശത്തിലായിരുന്നു. കയ്യിലുള്ള ഏറ്റവും നല്ല ജീൻസും ടോപ്പും എടുത്തിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുമ്പോൾ അവളുടെ മുഖത്ത് ആ പഴയ തെളിച്ചം തിരിച്ചു വന്നിരുന്നു. ജിത്തു വണ്ടി കഴുകി വൃത്തിയാക്കി മുറ്റത്തിട്ടിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ ആര്യയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. കാറിനുള്ളിൽ അവൾ നല്ല പാട്ടുകൾ വെച്ചു. ചുരം കയറി തുടങ്ങിയപ്പോൾ തണുത്ത കാറ്റ് കാറിനുള്ളിലേക്ക് ഇരച്ചു കയറി. ജിത്തുവേട്ട, ഇത് നോക്കിയേ. അവൾ പുറത്തെ മഞ്ഞ് പുതച്ച മലനിരകൾ ചൂണ്ടിക്കാണിച്ചു. ജിത്തു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ അവളെ നോക്കി ചിരിച്ചു. ആര്യയുടെ ആ പഴയ കുട്ടിക്കളിയും ചിരിയും തിരിച്ചു കിട്ടിയപ്പോൾ അവന്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അലിഞ്ഞുപോയി. വണ്ടി ഓടിക്കുമ്പോൾ അവൾ വാട്സപ്പിൽ ഫോട്ടോകൾ സ്റ്റാറ്റസ് ഇടുന്നത് അവൻ കണ്ടു. അവളുടെ കൂട്ടുകാരികൾക്ക് മുന്നിൽ താനും മോശമല്ലെന്ന് കാണിക്കാനുള്ള അവളുടെ ആ തന്ത്രപ്പാട് കാണുമ്പോൾ അവന് ചെറിയൊരു കൗതുകം തോന്നി. പൈസ ഒപ്പിക്കാൻ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് അവൾ ഒരക്ഷരം പോലും അറിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ വിഷമവും. ജിത്തു ബുക്ക് ചെയ്തത് ഊട്ടിയിലെ അത്ര മോശമല്ലാത്ത ഒരു റിസോർട്ട് തന്നെയായിരുന്നു. പൂന്തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന തടികൊണ്ട് നിർമ്മിച്ച ഭിത്തികളുള്ള ഒരു മനോഹരമായ കോട്ടേജ്. മുറി തുറന്നപ്പോൾ തന്നെ മെല്ലെ ലാവൻഡർ പൂക്കളുടെ മണം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ജനാലയുടെ കർട്ടൻ നീക്കിയാൽ താഴെ തായ്വരയിലെ മഞ്ഞു മൂടിയ കാഴ്ചകൾ കാണാം. ജിത്തുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ താമസിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ലക്ഷറി അതായിരുന്നു. അതിനായി അവൻ തന്റെ അധ്വാനവും ഉറക്കവും എത്രയധികം പണയം വെച്ചിട്ടുണ്ടെന്ന് ആ ഭിത്തികൾക്കറിയാമായിരുന്നു. അവൻ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെ ഉണ്ടാരിയെ? ഇഷ്ടപ്പെട്ടോ? നിനക്കിഷ്ടമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ റൂം തന്നെ തിരഞ്ഞെടുത്തത്. ആര്യ അപ്പോൾ മുറിയിലേക്ക് കയറി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വൃത്തിയുള്ള മുറി, നല്ല ബെഡ്, മനോഹരമായ കാഴ്ച എല്ലാം ഉണ്ട്. പക്ഷേ അവളുടെ ഉള്ളിൽ അപ്പോഴും സുമേഷിന്റെ ഭാര്യ പോസ്റ്റ് ചെയ്ത ആ റിസോർട്ടിന്റെ ചിത്രങ്ങളായിരുന്നു. അതിൽ കണ്ടതുപോലെയുള്ള സ്വിമ്മിംഗ് പൂളോ റൂമിനുള്ളിൽ തന്നെ ഒരുക്കുന്ന വലിയ ബാത്ത് ടബോ ഒന്നും ഇവിടെയില്ല. ഓൺലൈനിൽ കണ്ട ചില്ല് കൊട്ടാരങ്ങൾ പോലെയല്ല ഇത് എന്ന് തോന്നിയപ്പോൾ അവളുടെ മനസ്സ് പതുക്കെ ഒന്ന് വാടി. അവൾ കട്ടിലിൽ വന്നിരുന്ന് പതിയെ ആ വിരിപ്പിലൊന്ന് കൈയോടിച്ചു. കൊള്ളാം ജിത്തുവേട്ടാ, മോശമൊന്നുമല്ല. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇതിലും കുറച്ചുകൂടി വലിയ റൂമായിരിക്കുമെന്നാണ്. ഈ റൂമിൽ നിന്ന് നോക്കിയാൽ ആ വലിയ മലനിരകൾ അങ്ങോട്ട് തെളിഞ്ഞു കാണുന്നില്ലല്ലോ. സുമേഷിന്റെ ഭാര്യ ഇട്ട ഫോട്ടോയിൽ അവരിരുന്ന ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ താഴെ മുഴുവൻ കാണാമായിരുന്നു. ഇതിപ്പോൾ ഒരു സാധാരണ ഗസ്റ്റ് ഹൗസ് പോലെ തോന്നുന്നു. ജിത്തുവിന്റെ ഉള്ളിൽ ആ നിമിഷം ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവൻ ആ മുറിക്ക് വേണ്ടി നൽകിയ പണം ഇനിയുള്ള അവന്റെ എത്ര ദിവസത്തെ കഠിനാധ്വാനമാണെന്ന് അവൾക്കറിയില്ല. വെയിലത്ത് നിന്ന് കല്ല് ചുമന്നും സിമന്റ് കൂട്ടിയും ഉണ്ടാക്കേണ്ട ആ കാശിന് അവൾ നൽകുന്ന വില എത്ര കുറവാണെന്നോർത്തപ്പോൾ അവന് സങ്കടം വന്നു. എന്തൊക്കെ കൊടുത്താലും ഇവൾക്ക് തൃപ്തിയാകില്ലല്ലോ എന്ന് അവന്റെ മനസ്സ് ഒരു നിമിഷം തേങ്ങി. എങ്കിലും അവൻ ദേഷ്യപ്പെട്ടില്ല. അവൻ അവളുടെ അരികിൽ ചെന്ന് തോളിൽ കൈവച്ചു. എടി, സുമേഷിന് വലിയ ബിസിനസ് അല്ലേ? അവർക്ക് ലക്ഷങ്ങൾ ചിലവാക്കാം. ഞാനൊരു പാവം പണിക്കാരനല്ലേ? എന്റെ കയ്യിലുള്ളത് വെച്ച് നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമാണിത്. ഇതിലും നല്ലൊരു റൂമിൽ വരാൻ നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകില്ലേ? നീ ഇതൊന്ന് ആസ്വദിക്കാൻ നോക്ക്. ആര്യ അപ്പോൾ പതുക്കെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളിലെ ആ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി.
എങ്കിലും ഒരു പെണ്ണെന്ന നിലയിൽ തന്റെ ആഗ്രഹങ്ങൾ ജയിക്കാതെ പോകുന്നതിലുള്ള ആ ചെറിയ നീരസം അവളുടെ ഉള്ളിലെവിടെയോ ബാക്കി നിന്നു. ഊട്ടിയിലെ ആ രാത്രിക്ക് നല്ല കടുപ്പമുള്ള തണുപ്പായിരുന്നു. ജനാലയുടെ ഗ്ലാസുകൾക്ക് പുറത്ത് മഞ്ഞ് കട്ട പിടിച്ചു കിടക്കുന്നു. മുറിയിലെ ആ ചെറിയ ബൾബിന്റെ വെളിച്ചത്തിൽ ജിത്തു ആര്യയെ നോക്കി. അവൾ കട്ടിലിന്റെ ഒരു വശത്ത് തണുത്ത് വിറച്ചിരിക്കുകയായിരുന്നു. പുറത്തു കാണുന്ന മനോഹരമായ കാഴ്ചകളൊന്നും അവളെ ഒട്ടും സന്തോഷിപ്പിച്ചിരുന്നില്ല. അവൾ മനസ്സിൽ കണ്ട ഊട്ടി അതല്ലായിരുന്നു. കൂടുതൽ ആഡംബരമുള്ള, കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നൊരിടമായിരുന്നു അവളുടെ ലക്ഷ്യം. ജിത്തു അപ്പോൾ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്താ ആര്യേ, തണുക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നീങ്ങിക്കിടക്ക്. അവൾ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഒരു നിസ്സംഗതയോടെ അവൾ ബെഡിലേക്ക് ചരിഞ്ഞു. ജിത്തുവിന് അവളുടെ ആ മാറ്റം മനസ്സിലാകുന്നുണ്ടായിരുന്നു. താൻ കഷ്ടപ്പെട്ടൊപ്പിച്ചു കൊണ്ടുവന്ന ഈ സന്തോഷം അവൾക്ക് വേണ്ടത്ര തികയുന്നില്ല എന്ന യാഥാർത്ഥ്യം അവനെ വേദനിപ്പിച്ചു. എങ്കിലും തന്റെ പെണ്ണിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ പതിയെ പുതപ്പിനുള്ളിലൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ തോളിൽ കൈവച്ച് തന്റെ അടുത്തേക്ക് വലിച്ചപ്പോൾ അവൾ എതിർത്തൊന്നുമില്ല. പക്ഷേ സ്നേഹത്തോടെയുള്ള ഒരു ചേർന്ന് നിൽക്കലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജിത്തുവിന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പടരുമ്പോൾ അവൾ ഒരു യന്ത്രത്തെ പോലെ അവിടെ കിടന്നു. മനസ്സ് എവിടെയോ ദൂരെയുള്ള ആ ആഡംബര ലോകത്തായിരുന്നു. പക്ഷെ തണുപ്പ് കൂടുന്തോറും ജിത്തുവിന്റെ ശരീരത്തിന്റെ ചൂട് അവൾക്ക് ആവശ്യമായി വന്നു. അവൻ അവളെ തന്റെ ബലിഷ്ഠമായ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. കൽപ്പണി ചെയ്യുന്ന കൈകളുടെ പരിക്കൻ ഭാവം അവളുടെ ചർമ്മത്തിൽ തട്ടുമ്പോൾ അവൾക്ക് വിവാഹം കഴിഞ്ഞ നാളുകളിലെ ആ പ്രണയകാലം ഓർമ്മ വന്നു. ജിത്തുവിന്റെ ചുംബനങ്ങൾ അവളുടെ കഴുത്തിലും തോളിലും പതിയുന്നത് അവൾ അറിഞ്ഞു. ആ തണുത്ത രാത്രിയിൽ അവരുടെ ശരീരങ്ങൾ തമ്മിൽ ഇടകലർന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തോന്നിയ ആ ഒരു ശാരീരികമായ ആകർഷണം അവരെ വീണ്ടും അടുപ്പിച്ചു. ആര്യയുടെ മനസ്സിലെ പിണക്കം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ നിമിഷത്തിന്റെ ലഹരിയിൽ അവൾ അവനോട് ചേർന്നു. ജിത്തുവിന്റെ ശ്വാസം വേഗത്തിലായി. അവൻ അവളെ മുറുകെ പുണർന്ന് തന്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചു. ആ മുറിയിലെ പരിമിതമായ സൗകര്യങ്ങളോ താൻ വിചാരിച്ചത്ര പോരാത്ത സാഹചര്യമോ ഒന്നും ആ ശാരീരിക ബന്ധത്തിന് തടസ്സമായില്ല. അവർ തമ്മിൽ ഒന്നായി കട്ടിലിൽ കെട്ടിപ്പിണഞ്ഞ് കിടന്നു മറഞ്ഞു. ജിത്തുവിന് ആ നിമിഷം ലോകം കീഴടക്കിയ അനുഭൂതിയായിരുന്നു. തന്റെ പെണ്ണ് തന്റെ കൂടെയുണ്ടല്ലോ എന്ന ആശ്വാസം. എന്നാൽ ആര്യ അപ്പോഴും തന്റെ ഉള്ളിലെ ആ ശൂന്യത മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജിത്തുവിന്റെ ഓരോ സ്പർശനത്തിലും അവൾ സഹകരിച്ചെങ്കിലും മനസ്സിന്റെ ഒരു കോണിൽ ഇതൊന്നും പോരാ എന്ന തോന്നൽ ബാക്കിയുണ്ടായിരുന്നു. ആ തണുപ്പിൽ അവർ തമ്മിൽ ചേരുമ്പോൾ പുറത്തുനിന്നുള്ള മഞ്ഞിനേക്കാൾ തണുപ്പ് അവളുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉറഞ്ഞു കിടന്നിരുന്നു. കുറെ നേരം കഴിഞ്ഞ് തളർന്ന അവർ രണ്ടുപേരും ഒരേ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. ജിത്തു സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു. തന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചു എന്ന വിശ്വാസത്തിൽ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ രാത്രിയുടെ തണുപ്പിന് ശേഷം പിറ്റേന്ന് വെളിച്ചം വീഴുമ്പോൾ ഊട്ടി കൂടുതൽ സുന്ദരമായിരുന്നു. പക്ഷേ ജിത്തുവിന്റെ ഉള്ളിൽ കഴിഞ്ഞ രാത്രിയിലെ ആ ശാരീരികമായ അടുപ്പത്തിനപ്പുറം ഒരു ചെറിയ ഭാരം ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും തന്റെ പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഈ ഒരു പകൽ അവൻ പരമാവധി ഉപയോഗിക്കാൻ തന്നെ ഉറച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആര്യ തന്റെ ബാഗിൽ കരുതിയ അടുത്ത സെറ്റ് ഉടുപ്പുകൾ പുറത്തെടുത്തു. ജിത്തു ഓരോ തവണ അവളെ നോക്കുമ്പോഴും അവൾ ഫോണിൽ പുതിയ സ്ഥലങ്ങൾ തിരയുകയായിരുന്നു. ജിത്തേട്ടാ, നമുക്ക് ആ ബോട്ട് ഹൗസിലും പിന്നെ ആ വലിയ ഗാർഡനിലും ഒക്കെ പോകണം കേട്ടോ. പിന്നെ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിക്കണം. അവൾ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നതിനിടയിൽ പറഞ്ഞു. ജിത്തു ചിരിച്ചു. അവന്റെ പോക്കറ്റിൽ അവശേഷിക്കുന്ന പണം എത്രയാണെന്ന് അവന് കൃത്യമായി അറിയാമായിരുന്നു. എങ്കിലും അവളോടത് പറയാൻ അവന് തോന്നിയില്ല. ശരിയടി, നമുക്ക് പോകാം, നീ ഒരുങ്ങിക്കോ. അവർ കാറെടുത്ത് ടൗണിലേക്ക് ഇറങ്ങി. ബോട്ടിങ്ങിന് പോയപ്പോൾ വലിയ ക്യൂ ഉണ്ടായിരുന്നു. വെയിലത്ത് നിൽക്കുമ്പോൾ ആര്യ അല്പം അസ്വസ്ഥയാകുന്നത് ജിത്തു കണ്ടു. അവളുടെ ആഡംബര സ്വപ്നങ്ങളും പുറത്തെ പൊടിയും വെയിലും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. എങ്കിലും ബോട്ടിനുള്ളിൽ ഇരുന്നപ്പോൾ അവൾ തന്റെ ഫോണിൽ ഒരുപാട് ഫോട്ടോകൾ എടുത്തു. ജിത്തുവിനെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോഴും അവളുടെ ശ്രദ്ധ ഫോണിന്റെ സ്ക്രീനിലായിരുന്നു. ആ ഫോട്ടോയ്ക്ക് എത്ര ഭംഗിയുണ്ടെന്നതിലായിരുന്നു. ഉച്ചയ്ക്ക് നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴും ജിത്തു അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ ഓർഡർ ചെയ്തു. താൻ പണിസ്ഥലത്ത് ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ പൊതിച്ചോറിനേക്കാൾ എത്രയോ ഇരട്ടി വിലയാണ് ഈ ഒരു നേരം ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് എന്ന് അവൻ വെറുതെ ഓർത്തുപോയി. എങ്കിലും ആര്യയുടെ മുഖത്ത് വിരിയുന്ന ആ സംതൃപ്തിക്ക് മുന്നിൽ ആ പണമൊന്നും അവന് വലുതായിരുന്നില്ല. വൈകുന്നേരത്തോടെ അവർ തിരികെ കാറിൽ നാട്ടിലേക്ക് തിരിച്ചു. ചുരമിറങ്ങുമ്പോൾ പുറത്ത് സന്ധ്യ മയങ്ങുകയായിരുന്നു. കാറിനുള്ളിൽ ഒരു തരം തളർച്ച പടർന്നിരുന്നു. ആര്യ സീറ്റിലേക്ക് ചാരിയിരുന്ന് തന്റെ ഫോണിലെ ഫോട്ടോകൾ ഓരോന്നായി പരിശോധിക്കുകയാണ്. ആര്യ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ജിത്തു സ്റ്റിയറിംഗിൽ ഒരു കൈവച്ച് മെല്ലെ ചോദിച്ചു. അവൾ അപ്പോൾ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മറുപടി പറഞ്ഞു. കൊള്ളാം ജിത്തേട്ടാ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി നമ്മൾ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയൊരു റിസോർട്ട് തന്നെ നോക്കണം. പൂളും വലിയ ബാൽക്കണിയും ഒക്കെ ഉള്ള ഒരിടം.
അവിടെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയി ഇരിക്കാം. ജിത്തുവിന്റെ മുഖത്തപ്പോൾ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു കടൽ സങ്കടമുണ്ടായിരുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള 8,000-ഓളം രൂപ താൻ എങ്ങനെയാണ് ഒപ്പിച്ചതെന്നോ, നാളെ പണിക്ക് പോയി എത്രയധികം വിയർപ്പൊഴുക്കിയാലാണ് ഈ കടം തീരുന്നതെന്നോ അവൾ ഒരിക്കൽ പോലും ചോദിച്ചില്ല. അവളെ സന്തോഷിപ്പിക്കാൻ അവൾ പറഞ്ഞിട്ടെടുത്ത കാറാണിത്. അതിന്റെ മാസടവ് എങ്ങനെ അടയ്ക്കുന്നു എന്ന് പോലും ഒരിക്കൽ പോലും അവൾ ചോദിച്ചിട്ടില്ല. ഇവൾ ഇതൊന്നും അറിയുന്നില്ലേ? ഇത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളോ ഈ പൊട്ടിപ്പെണ്ണിന്? ഡ്രൈവിംഗിനിടയിൽ അവൻ മനസ്സിൽ ആലോചിച്ചു. എന്താ ചിത്തുവേട്ടാ, ഇനി വരുമ്പോൾ നല്ല സ്ഥലം നോക്കി വരില്ലേ? അവൾ അവനോട് വീണ്ടും ചോദിച്ചു. നോക്കാം ആര്യേ, നമുക്ക് നോക്കാം, അവൻ ചുരുക്കത്തിൽ പറഞ്ഞു. യാത്രയിലുടനീളം അവൾ അവനോട് വിശേഷങ്ങൾ പങ്കുവെച്ചെങ്കിലും അതിലൊന്നും ജിത്തുവിന്റെ അധ്വാനത്തോടുള്ള ബഹുമാനമോ കരുതലോ ഉണ്ടായിരുന്നില്ല. ജിത്തുവിന് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് അവൾക്കറിയാം. എങ്കിലും തന്റെ ആഗ്രഹങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ മത്സരങ്ങൾക്കും മുന്നിൽ ആ കണക്കുകൾ അവൾ മനഃപൂർവ്വം മറന്നു കളയുകയായിരുന്നു. രാത്രി വൈകി അവർ വീടിന്റെ മുറ്റത്തെത്തുമ്പോൾ ചുറ്റും നല്ല നിശബ്ദതയായിരുന്നു. കാറിന്റെ വെളിച്ചത്തിൽ ആ ചെറിയ വീട് തെളിഞ്ഞു കണ്ടു. പണിക്ക് പോയി കിട്ടുന്ന കൂലി കൊണ്ട് ജിത്തു ഓരോ കല്ലായി അടുക്കി പണിത തന്റെ കൊട്ടാരം. ഹാവു എത്തി. ആര്യ കാറിൽ നിന്നിറങ്ങി ആഞ്ഞു വലിച്ചു ശ്വസിച്ചു. അവർ അകത്തേക്ക് കയറി. ആര്യ നേരെ മുറിയിലേക്ക് പോയി തന്റെ ബാഗുകൾ അയക്കാൻ തുടങ്ങി. ജിത്തു ഹാളിലെ സോഫയിൽ തളർന്നിരുന്നു. അവന്റെ ശരീരം നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. തുടർച്ചയായി ഡ്രൈവ് ചെയ്തതിന്റെയും കഴിഞ്ഞ ദിവസങ്ങളിലെ മാനസികമായ സമ്മർദ്ദത്തിന്റെയും ഫലമായിരുന്നു അത്. ജിത്തുവേട്ടാ, ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് കാശ്മീരിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാ. മുറിയിൽ നിന്നും ആര്യയുടെ ശബ്ദം കേട്ടു. ജിത്തു മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ കണ്ണുകൾ അടച്ച് അവിടെ തന്നെ ഇരുന്നു. നാളെ രാവിലെ 7 മണിക്ക് തന്നെ സൈമൺ ചേട്ടന്റെ പണിസ്ഥലത്തെത്തണം. അടുത്ത 3 ഞായറാഴ്ചകൾ കൂടി പണിയെടുത്താലേ ഈ യാത്രയുടെ കുറവ് നികത്താൻ കഴിയൂ. തന്റെ ഭാര്യയുടെ സന്തോഷത്തിനു വേണ്ടി അവൻ തന്റെ വിശ്രമം ബലി കഴിക്കാൻ തയ്യാറായിരുന്നു. ആര്യ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ജിത്തു അപ്പോഴും അവിടെ ഇരിക്കുന്നത് കണ്ട് അവൾ അവനടുത്തേക്ക് വന്നു. എന്താ ജിത്തുവേട്ടാ, ഉറക്കം വരുന്നുണ്ടോ? വന്നേ, നമുക്ക് കിടക്കാം. അവൾ അവന്റെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ ആ സ്പർശനത്തിൽ ഒരു തരം ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു. ജിത്തു അവളോടൊപ്പം മുറിയിലേക്ക് നടന്നു. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ജിത്തു ചിന്തിക്കുമ്പോൾ തന്റെ അടുത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടുമെന്ന ആലോചനയിലായിരുന്നു ആര്യ. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ വലിയൊരു സത്യം അവിടെ തെളിയുകയായിരുന്നു. ഒരു ഭാഗത്ത് കഠിനാധ്വാനവും സ്നേഹവും, മറുഭാഗത്ത് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളും. എങ്കിലും ജിത്തുവിന് പരാതിയില്ലായിരുന്നു. കാരണം അവളുടെ പരിഭവങ്ങൾക്കിടയിലും തനിക്ക് അവൾക്ക് നൽകാനാകുന്ന സംരക്ഷണം അവൻ ആസ്വദിച്ചിരുന്നു. പിറ്റേന്ന് വെളിച്ചം പരക്കുമ്പോൾ അടുത്തെവിടെയോ ഉള്ള ഒരു അമ്പലത്തിൽ നിന്ന് ഒഴുകിയെത്തിയ ഭക്തിഗാനമാണ് ആ പ്രഭാതത്തെ ഉണർത്തിയത്. കൗസല്യ സുപ്രഭ എന്നു തുടങ്ങുന്ന പഴയൊരു പാട്ട് വളരെ നേർത്ത സ്വരത്തിൽ ജനലൈകളിലൂടെ അകത്തേക്ക് അരിച്ചെത്തി. പക്ഷികളുടെ ചിലയ്ക്കലും അകലെ എവിടെയോ ഒരു സൈക്കിളിന്റെ ബെല്ലടിയും കേൾക്കാം. പക്ഷേ ആര്യ അതൊന്നും അറിഞ്ഞതേയില്ല. പട്ടുപോലെയുള്ള കമ്പിളി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഊട്ടിയിലെ ആ നടത്തവും വണ്ടിയിലിരുന്നുള്ള യാത്രയും അവളെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. അവളുടെ മുഖത്ത് സമാധാനത്തിന്റെ ഒരു ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ യാത്രയുടെ ബാക്കി പത്രം പോലെ. ജിത്തുവിന്റെ പ്രഭാതം ജിത്തു പതിവ് പോലെ നേരത്തെ ഉണർന്നു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ ചാരെ കിടന്നുറങ്ങുന്ന ആര്യയെയാണ്. അവളിലെ ആ നിഷ്കളങ്കമായ ഉറക്കം കണ്ടപ്പോൾ ജിത്തുവിന് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിൽക്കാൻ തോന്നി. എഴുന്നേൽക്കാൻ മടിയുണ്ടായിരുന്നു. എങ്കിലും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധ്വാനിച്ചേ തീരൂ. അവൻ മെല്ലെ എഴുന്നേറ്റു. ജനലുകൾ പകുതി തുറന്നപ്പോൾ മുറിയിലേക്ക് ഇളം വെയിൽ കടന്നു വന്നു. ആ വെളിച്ചം അവളുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ ആര്യ ഒന്ന് തിരിഞ്ഞു കിടന്നു. അവൾ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. കുളിയും കഴിഞ്ഞ് ജോലിക്ക് പോകാൻ റെഡിയായി ജിത്തു ആര്യയുടെ അരികിലെത്തി. അവൾക്ക് ചായ ഇട്ട് കൊടുക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ അവളുടെ ഉറക്കം കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. തുള്ളിച്ചാടി ടൂർ പോയതല്ലേ, നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഉറങ്ങട്ടെ, അവൻ സ്വയം പറഞ്ഞു. അവളുടെ ദേഹത്തു നിന്നും പകുതി മാറിയ പുതപ്പ് അവൻ ഒന്നുകൂടി വലിച്ചിട്ടു. ആ തണുപ്പിൽ അവൾക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ആ നിമിഷം അവന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. അവളെ തനിച്ചാക്കി ജോലിക്ക് പോകേണ്ടി വരുന്നതിന്റെ സങ്കടം. എങ്കിലും ആ സ്നേഹം അവന്റെ കരുത്തായിരുന്നു. പോകുന്നതിനു മുൻപ് അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ തലോടി. എന്നിട്ട് വളരെ മൃദുവായി ഒരു ഉമ്മ നൽകി. ആര്യ അതൊന്നും അറിഞ്ഞതേയില്ല. അവൾ അപ്പോഴും ആ നല്ല സ്വപ്നങ്ങളുടെ ലോകത്തായിരുന്നു. ജിത്തു തന്റെ ബാഗും എടുത്ത് വാതിൽ മെല്ലെ ചാരി പുറത്തിറങ്ങി. പുറത്ത് ലോകമുണർന്നു കഴിഞ്ഞിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കാൻ, അവളുടെ മുഖത്തെ ചിരി മായാതെ കാക്കാൻ ജിത്തു തന്റെ ജോലിസ്ഥലത്തേക്ക് നടന്നു. ജിത്തു ജോലിസ്ഥലത്തെത്തുമ്പോൾ സമയം കുറച്ചേറെയായിരുന്നു.
എങ്കിലും തന്റെ ജോലികളിൽ അവൻ ശ്രദ്ധാലുവായിരുന്നു. ആര്യയെ ഉറക്കത്തിൽ തനിച്ചാക്കി വന്നതിന്റെ സമാധാനക്കേട് അവന്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ പണി കഴിഞ്ഞാൽ കിട്ടുന്ന കൂലി കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങണം എന്ന ചിന്ത അവന് വല്ലാത്തൊരാവേശം നൽകി. ഒരു വീടിന്റെ 2ാം നിലയിലേക്കുള്ള പണികൾ നടക്കുകയായിരുന്നു. കനമുള്ള കരിങ്കല്ലുകൾ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്ന കഠിനമായ ജോലി. ജിത്തു തന്റെ തോളിന് മുകളിൽ ആ വലിയ കല്ലുകൾ വെച്ച് ഗോവണി കയറി മുകളിലേക്ക് പോവുകയായിരുന്നു. വിയർപ്പിൽ കുതിർന്ന അവന്റെ ഷർട്ട് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. മുകളിൽ നിൽക്കുന്ന ആൾക്ക് കല്ല് കൈമാറാൻ ജിത്തു കൈകൾ ഉയർത്തിയ നിമിഷം വിധി അവിടെ വില്ലനായെത്തി. മുകളിൽ നിന്ന് ആള് കല്ല് പിടിച്ചെടുത്തു എന്ന് കരുതി ജിത്തു കൈവിട്ടതായിരുന്നു. പക്ഷേ ആ ആളുടെ കയ്യിൽ നിന്ന് കല്ല് വഴുതിപ്പോയി. ഒരു ഞൊടിയിടയിൽ ഭാരമേറിയ കരിങ്കല്ല് നേരെ ജിത്തുവിന്റെ തോളിലേക്കും പുറംഭാഗത്തേക്കും വന്നു പതിച്ചു. അമ്മേ എന്നൊരു ദീർഘമായ നിലവിളി മാത്രമാണ് അവിടെ കേട്ടത്. ജിത്തു ആ ഗോവണിയിൽ നിന്ന് തെന്നി താഴേക്ക് വീണു. കരിങ്കല്ലിന്റെ മൂർച്ചയുള്ള വശങ്ങൾ അവന്റെ പുറംഭാഗം കീറി മുറിച്ചു. ചോര അവന്റെ ആ കനത്ത ഷർട്ടിനെ നനച്ച് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർ ഓടിക്കൂടി. അയ്യോ ജിത്തു, എടാ എന്താടാ പറ്റിയത്? ജിത്തു എടാ. സുഹൃത്തുക്കൾ അവനെ താങ്ങി പിടിച്ചു. പക്ഷേ വേദന കൊണ്ട് അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബോധം മറയുന്നതിനു മുൻപ് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് ആര്യയുടെ പേരായിരുന്നു. അവൾ വീട്ടിൽ തന്റെ വരവിനായി കാത്തിരിക്കുകയാണെന്ന സത്യം അവനെ കൂടുതൽ വേദനിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ചോരയോടൊപ്പം നിലത്ത് പതിച്ചു. അവിടുത്തെ പൊടിമണ്ണിൽ കിടന്ന് അവൻ പിടയുന്നത് കണ്ടു നിന്നവരുടെ ചങ്ക് തകർന്നു പോയി. പെട്ടെന്ന് വണ്ടിയെടുക്ക്, ഹോസ്പിറ്റലിൽ എത്തിക്കണം, ആരോ വിളിച്ചു പറഞ്ഞു. രക്തം വാർന്ന് വിളറി വെളുത്ത ജിത്തുവിനെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് എടുത്തു കിടത്തി. അവന്റെ ശരീരം തണുത്തു തുടങ്ങിയിരുന്നു. ഓരോ കുഴിയിൽ വണ്ടി ചാടുമ്പോഴും അവൻ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. കൂടെയുള്ളവർ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒന്നുമില്ലടാ, ഒന്നും സംഭവിക്കില്ല എന്നാശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ജിത്തുവിന്റെ കണ്ണുകൾ പാതി അടഞ്ഞു പോയിരുന്നു. ഈ സമയം അത്രയും വീട്ടിൽ ആര്യ ഇതൊന്നും അറിയാതെ ഊട്ടിയിലെ യാത്രയുടെ ക്ഷീണത്തിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. ആര്യ രാവിലെ ജിത്തു പോയതിനു ശേഷം വീട്ടുപണികളൊക്കെ തീർത്ത് അല്പം നട്സും കഴിച്ചുകൊണ്ട് ടിവിയിൽ എന്തോ പ്രോഗ്രാം കണ്ടിരിക്കുകയായിരുന്നു. പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഈ നേരത്ത് ആരാണാവോ എന്ന് കരുതി അവൾ ജനലിലൂടെ ഒന്ന് എത്തി നോക്കി. ഓട്ടോയിൽ നിന്ന് ജിത്തുവിനെ സുഹൃത്തുക്കൾ താങ്ങി പിടിച്ചിറക്കുന്നത് കണ്ടപ്പോൾ അവൾക്കാകെ പരിഭ്രമമായി. കയ്യിലുണ്ടായിരുന്ന നട്സിന്റെ പാത്രം മേശപ്പുറത്ത് വെച്ച് അവൾ വേഗം ഉമ്മറത്തേക്ക് ഓടി വന്നു. അയ്യോ, ഇതെന്താ പറ്റിയത് ജിത്തുവേട്ടാ? അവൾ വല്ലാതെ പേടിച്ച് ചോദിച്ചു. ജിത്തുവിന്റെ തോളിലെ കെട്ടും മുഖത്തെ ക്ഷീണവും കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. ഒന്നുമില്ല ആര്യേ, പണിക്കിടയിൽ ചെറിയൊരു അപകടം പറ്റിയതാ. മുകളിൽ നിന്ന് കല്ല് വഴുതി തോളിൽ വീണു. ആശുപത്രിയിൽ പോയി സ്റ്റിച്ചിട്ട് വരികയാ. കൂട്ടുകാരനായ സതീഷ് അവളെ സമാധാനിപ്പിച്ചു. അവർ ജിത്തുവിനെ മെല്ലെ അകത്തെ മുറിയിലെ കട്ടിലിലേക്ക് കൊണ്ടുപോയി കിടത്തി. വേദന കൊണ്ട് ജിത്തു ആകെ തളർന്നിരുന്നു. ആര്യ വേഗം ചെന്ന് ഫാൻ ഇട്ടുകൊടുത്തു. ജിത്തുവിന്റെ ഷർട്ടിലെ ചോരക്കറ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി. രാവിലെ തന്നെ പോലും ഉണർത്താതെ സന്തോഷത്തോടെ പണിക്ക് പോയ മനുഷ്യനാണല്ലോ എന്ന് അവൾ ഉള്ളിൽ ഓർത്തു. എങ്കിലും സ്നേഹം അധികം പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ മിണ്ടാതെ നിന്നു. സതീഷ് അപ്പോൾ മരുന്നിന്റെ കവർ മേശപ്പുറത്ത് വെച്ചു. ദാ ഇതിൽ മരുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉറക്കം വരും. വൈകുന്നേരം കൊടുക്കാനുള്ള മരുന്ന് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നീ അതൊന്ന് ശ്രദ്ധിക്കണേ, അവൻ ആര്യയോട് പറഞ്ഞു. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? ആര്യ ചോദിച്ചു. ഇല്ല, ആശുപത്രിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാ. നീ ഒരു കഞ്ഞിയോ മറ്റോ വെച്ചു കൊടുക്ക്. കല്ല് വീണതുകൊണ്ട് നല്ല ചതവുണ്ട്, അധികം അനങ്ങാൻ വിടണ്ട. അവർ നിർദ്ദേശങ്ങളെല്ലാം നൽകി. ജിത്തുവിനെ ഒന്നുകൂടി നോക്കിയ ശേഷം അവർ പടിയിറങ്ങി. സുഹൃത്തുക്കൾ പോയി കഴിഞ്ഞപ്പോൾ മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. ജിത്തു വേദന കൊണ്ട് പകുതി കണ്ണടച്ച് കിടക്കുകയാണ്. ആര്യ അപ്പോൾ അവന്റെ അരികിൽ പോയി നിന്നു. അവനെ ശുശ്രൂഷിക്കേണ്ടി വരുന്നതിൽ അവൾക്ക് നീരസമൊന്നുമില്ല. പക്ഷേ ഇനി കുറച്ചു ദിവസം പണിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു ആശങ്കയുണ്ടായി. എങ്കിലും തന്റെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. ജിത്തുവിന് ചൂടുള്ള എന്തെങ്കിലും കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം എന്നവൾ വിചാരിച്ചു. ടിവിയിലെ സിനിമയുടെ ശബ്ദം അപ്പോഴും ഹാളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആര്യയുടെ ശ്രദ്ധ മുഴുവൻ അപ്പോൾ കട്ടിലിൽ കിടക്കുന്ന ജിത്തുവിനെ എങ്ങനെ നോക്കുമെന്നതിലായിരുന്നു. അമിതമായ പ്രണയമില്ലെങ്കിലും ആ കൂരയ്ക്കുള്ളിൽ ഒരുമിച്ച് കഴിയുന്നതിന്റെ ആ ഒരു കരുതലോടെ അവൾ വേഗം അടുക്കളയിലേക്ക് ചെന്നു. പാവം, വേദന കൊണ്ട് വിളറിയിരിക്കുകയല്ലേ എന്ന് കരുതി അവൾ വേഗത്തിൽ ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും ചൂടുള്ള കഞ്ഞിയും ഉണ്ടാക്കി മുറിയിലേക്ക് കൊണ്ടുവന്നു. ജിത്തുവേട്ടാ, ദാ ഈ കഞ്ഞി ഒന്ന് കുടിക്കി, എങ്കിലല്ലേ ആ മരുന്ന് കഴിക്കാൻ പറ്റൂ. അവൾ ഓരോ സ്പൂണായി കോരിക്കൊടുത്തു. വല്ലാത്ത വേദനയുണ്ടായിട്ടും അവളുടെ സ്നേഹം കണ്ട് ജിത്തു പകുതി കഞ്ഞി കുടിച്ചു. എങ്ങനെയാ ഇത് പറ്റിയത്?
അത്രയും ശ്രദ്ധയില്ലാതെ നിന്നാണോ പണിയെടുത്തത്? ആര്യ ചോദിച്ചു. ജിത്തു കിതച്ചുകൊണ്ട് ആ സംഭവം പറഞ്ഞു. അറിയാതെ മുകളിലുള്ളവന്റെ പിടിവിട്ടതാ. ഞാൻ വിചാരിച്ചില്ല അതിങ്ങോട്ട് പോരുമെന്ന്. നല്ല വേദനയുണ്ടാരിയേ. കുറച്ചു നേരം ഉറങ്ങിയാലേ സമാധാനമാകൂ. അവൻ മരുന്ന് കഴിച്ച് മെല്ലെ കിടന്നു. മരുന്നിന്റെ മയക്കത്തിൽ അവൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണു. രാത്രിയായപ്പോൾ ജിത്തു മെല്ലെ കണ്ണു തുറന്നു. മുറിയിൽ ചെറിയ വെളിച്ചം മാത്രം. നോക്കുമ്പോൾ ആര്യ കട്ടിലിന്റെ അറ്റത്തിരുന്ന് ഫോണിൽ നോക്കുകയാണ്. ഇടയ്ക്ക് അവൾ ചിരിക്കുന്നുണ്ട്. ആര്യേ, ജിത്തു മെല്ലെ വിളിച്ചു. ഓ, എഴുന്നേറ്റോ? ജിത്തുവേട്ടാ, അതേ നോക്കിയേ, നമ്മൾ ഊട്ടിയിൽ പോയി എടുത്ത ഫോട്ടോയ്ക്ക് 500-ൽ കൂടുതൽ ലൈക്ക് കിട്ടി. എല്ലാവരും നല്ല കമന്റാ ഇടുന്നത്. അവളുടെ മുഖത്ത് ആവേശം. ജിത്തുവിന് അത് കേട്ടപ്പോൾ ഉള്ളിൽ ഒരു പുച്ഛം തോന്നി. ഈ വേദനയ്ക്കിടയിലാണോ ഇവള് ലൈക്കിന്റെ കാര്യം പറയുന്നത്? അവൻ മനസ്സിലോർത്തു. ഈ ലൈക്ക് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? വീടിന്റെ വണ്ടിയുടെ അടവ് മുടങ്ങിക്കിടക്കുകയാ. ബാങ്കിൽ ഈ മാസത്തെ പലിശയും കൊടുക്കണം. പോരാത്തതിന് കടം വാങ്ങിയത് വേറെയും. ഇതിനിടയിൽ പണിക്ക് പോകാനും പറ്റില്ല. ഇവൾക്ക് അതൊന്നും ഒരു വിഷയമല്ലല്ലോ. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ആര്യേ, എനിക്കൊരു ചായ വേണം. തൊണ്ടയൊക്കെ വറ്റുന്നു. അവൾ അപ്പോൾ ഫോൺ സോഫയിലേക്ക് വെച്ചിട്ട് എഴുന്നേറ്റു. ശരി, ഇപ്പോൾ കൊണ്ടുവരാം. അടുക്കളയിൽ പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കി. അവൾ ഒരു ഗ്ലാസ് ചായയുമായി വന്നു. ജിത്തു എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും അവൾ ഒന്ന് താങ്ങി പിടിക്കാൻ പോലും നിന്നില്ല. അവൾ ഫോണിൽ നോക്കുന്ന തിരക്കിലായിരുന്നു. അവൻ തനിയെ എഴുന്നേറ്റിരുന്ന് ആ ചായ കുടിച്ചു. ചായ ഗ്ലാസ് തിരികെ കൊടുത്തതും അവൾ അത് മേശപ്പുറത്ത് വെച്ച് വീണ്ടും ഫോണിലേക്ക് തന്നെ മുഴുകി. ജിത്തുവിനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആര്യേ, നീ ആ ഫോണൊന്ന് മാറ്റിവെച്ചിട്ട് എന്നെ ഒന്ന് നോക്ക്. ഒന്ന് സംസാരിക്കേ. അല്ലെങ്കിൽ ഈ വേദനയുള്ള പുറമെങ്കിലും ഒന്ന് മെല്ലെ തടവിത്താ. എനിക്ക് വലിയ നീറ്റൽ. അവന്റെ സ്വരത്തിൽ സങ്കടവും ദേഷ്യവും കലർന്നിരുന്നു. അവൾ അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് വന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ അപ്പോഴും ഫോണിലായിരുന്നു. ഞാൻ നോക്കാം ജിത്തുവേട്ടാ. പക്ഷെ അതല്ല, എന്റെ കൂട്ടുകാരി ശ്രുതിയുടെ കല്യാണമല്ലേ അടുത്ത ആഴ്ച. ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഗ്രൂപ്പിൽ സംസാരിക്കുകയായിരുന്നു. എല്ലാവരും ഒരേ ഡ്രസ് കോഡിലാ പോകുന്നത്. ഡിസൈനർ സാരിയാണ് എടുക്കുന്നത്. ഞങ്ങൾ എല്ലാവരും അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പൈസ ഇപ്പോൾ കൊടുക്കണമെന്ന് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. ജിത്തുവിന്റെ കണ്ണുകളിൽ അപ്പോൾ വല്ലാത്തൊരു ദേഷ്യം മിന്നിമറഞ്ഞു. അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. തൽക്കാലം ഒരു കല്യാണത്തിനും പോകണ്ട. സാരിയുടെ പൈസയും കൊടുക്കണ്ട. എനിക്ക് വയ്യാതിരിക്കുകയല്ലേ. നീ എന്റെ അവസ്ഥയൊന്ന് കാണുന്നുണ്ടോ? അവൻ മുഖം നോക്കാതെ പറഞ്ഞു. ജിത്തു ഇതുവരെ അവളോട് അങ്ങനെയൊന്നും പറയാത്തവനാണ്. അത് കേട്ടപ്പോൾ ആര്യയുടെ മുഖം മാറി. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു പോയതാ. അവര് സാരി ഓർഡർ ചെയ്തു പോയി. ഇനി എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടല്ലേ? അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് അന്തസ്സില്ലേ? ആ നാണക്കേട് എന്ന വാക്ക് കേട്ടപ്പോൾ ജിത്തുവിന്റെ ഉള്ളിലെ നിയന്ത്രണം പാടെ തെറ്റി. തോളിലെ കഠിനമായ വേദനയും വണ്ടിയുടെ അടവും പലിശയും എങ്ങനെ കൊടുക്കുമെന്ന ആകുലതയും എല്ലാം കൂടി അവനിൽ ഒരഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. നിനക്ക് നാണമുണ്ടോടി പുല്ലേ ഇത് പറയാൻ? അവനാകെ ദേഷ്യം കൊണ്ട് ചുവന്നു. എടി, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്കറിയാമോ? എപ്പോഴും നിനക്ക് നിന്റെ ആഡംബരം മാത്രം. ഒരാൾക്ക് അസുഖം വന്നാൽ പോലും ഒന്ന് സമാധാനമായി കിടക്കാൻ സമ്മതിക്കില്ലേ? നാശം. അവൻ കിടക്കയിൽ നിന്നൊന്ന് ശരിക്കും എഴുന്നേറ്റിരിക്കാൻ വല്ലാതെ പാടുപെട്ടു. പണിസ്ഥലത്ത് ചോര വാർന്ന് കിടന്ന് എണീറ്റ് വന്നിട്ട് നിനക്ക് ലൈക്കിന്റെ കാര്യമാ വലുത്. ഇപ്പൊ മരുന്ന് കഴിച്ചൊന്ന് മയങ്ങാൻ നോക്കുമ്പോൾ നിന്റെ സാരിയുടെ പൈസ. എടി, ബാങ്കില് ഗഡു മുടങ്ങി ബാങ്കുകാര് വിളിക്കാൻ തുടങ്ങുകയാ. കയ്യിൽ ഒരു പൈസയില്ല. അതിനിടയിലാണോ നിന്റെ ഈ പിണ്ണാക്ക്? സാരിയുടെ അന്തസ്. നീ നിന്റെ ഒരു കല്യാണവും. ജിത്തു അത്രയും ഉച്ചത്തിൽ ചീത്ത വിളിക്കുന്നത് ആര്യ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൾ സ്തബ്ധയായി നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും വാശിയും മിന്നിമറഞ്ഞു. ഏട്ടൻ അപകടം പറ്റിയെന്ന് വെച്ച് എനിക്ക് അവരുടെയൊക്കെ മുൻപിൽ നാണം കെട്ടവളെ പോലെ ജീവിക്കാൻ വയ്യ. മര്യാദയ്ക്ക് പൈസ തന്നാൽ മതി. അവൾ ശബ്ദമുയർത്തി. തരാൻ പറ്റില്ലടി, എന്ത് വേണമെങ്കിലും ചെയ്തോ. ജിത്തു ആകെ തളർന്ന് കിടക്കയിലേക്ക് വീണു. ജിത്തുവിന്റെ പൊട്ടിത്തെറി കേട്ട് ആര്യ മുറിയിൽ തന്നെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്രയും കാലം ജിത്തുവേട്ടൻ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ വേദനയുടെ ദേഷ്യത്തിന് പറയുന്നതാണ്. കുറച്ചു കഴിയുമ്പോൾ പാവം തോന്നി ഏട്ടൻ തന്നെ വന്ന് എന്നെ സമാധാനിപ്പിക്കും. അപ്പോൾ സാരിയുടെ പൈസയുടെ കാര്യം ഒന്നുകൂടി പറയാം. പതിവായി ജിത്തു വഴക്കിട്ടാലും അവസാനം അവളുടെ വാശിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് ജിത്തുവിന്റെ അവസ്ഥ അതായിരുന്നില്ല. മരുന്നിന്റെ മയക്കവും തോളിലെ കഠിനമായ വേദനയും കാരണം അവൻ കട്ടിലിൽ കണ്ണടച്ചു കിടന്നു. അവളുടെ സാന്നിധ്യം പോലും അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. സമയം കുറെ കഴിഞ്ഞിട്ടും ജിത്തു സമാധാനിപ്പിക്കാൻ വരാത്തത് കണ്ടപ്പോൾ ആര്യയുടെ വാശി കൂടി. അവൾ അവന്റെ അരികിലേക്ക് ചെന്നു ശബ്ദമുയർത്തി ചോദിച്ചു. ഞാൻ ഇവിടെ ഇത്രയും നേരം പ്രസംഗിച്ചിട്ടും ഏട്ടൻ എന്താ ഒരു മൈൻഡില്ലാത്തത്? ഞാൻ പറഞ്ഞത് ഏട്ടൻ കേട്ടില്ലേ? ജിത്തു മെല്ലെ കണ്ണു തുറന്നു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തളർച്ചയും ഒപ്പം കത്തുന്ന ദേഷ്യവും ഉണ്ടായിരുന്നു. ഞാനിവിടെ പ്രാണം പടഞ്ഞു വേദന എടുത്ത് കിടക്കുമ്പോളാ അവളുടെ ഒരു സാരി. മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഒന്നും ഉണ്ടോടി ശവമേ നിനക്ക്? ഇത്രയും കാലം എന്റെ ചോര നീരാക്കി പണിയെടുത്ത കാശല്ലേ നീ തിന്നത്?
എന്നിട്ടാണ് ഒരു അപകടം പറ്റി കിടക്കുമ്പോൾ എന്നെ നോക്കുന്നതിനു പകരം നിന്റെ ആഡംബരം പറയുന്നത്? ആര്യക്കത് സഹിച്ചില്ല. എന്നെ ഇങ്ങനെ ചീത്ത പറയാൻ നിൽക്കണ്ട. എന്നെ വേണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അവൾ പറഞ്ഞു. അത് തന്നെയാടി നല്ലത്. ഞാൻ വയ്യാതെ കിടക്കുന്നത് കാണാൻ നിനക്ക് കണ്ണില്ലല്ലോ. ജിത്തുവിന്റെ സ്വരം തണുത്തതായിരുന്നു. എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിക്കണം. എനിക്ക് ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കാൻ വയ്യ. പൈസ തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അവൾ വീണ്ടും ആ സാരിയുടെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ജിത്തുവിന് ദേഷ്യം അരിച്ചു കയറി. വേദന മറന്ന് അവൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി. പൈസ വേണമെങ്കിലേ നീ അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കടി. അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു. എന്നെ തൊട്ടുപോകരുത്. എന്നെ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. അവൾ ആക്രോശിച്ചു. ആ രാത്രിയിൽ ജിത്തുവിന് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. തന്റെ മുറിവും വേദനയും അവൻ മറന്നു. അവൻ അവളെ വലിച്ചിയച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി. കാർ തുറന്ന് അവളെ അകത്തേക്ക് തള്ളിയിട്ടു. സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ അവന്റെ തോളിലെ സ്റ്റിച്ചുകൾ വലിയുന്നത് പോലെ അവന് തോന്നി. ഓരോ തവണ ഗിയർ മാറ്റുമ്പോഴും പുറംഭാഗത്തു നിന്നും ചോര പൊടിയുന്നുണ്ടോ എന്ന് അവൻ സംശയിച്ചു. എങ്കിലും ആ മനോവേദനയ്ക്ക് മുന്നിൽ ശാരീരിക വേദന ഒന്നുമല്ലായിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ജിത്തുവിന്റെ മനസ്സിൽ ആകെ ഭ്രാന്തമായ ചിന്തകളായിരുന്നു. നിന്റെ അച്ഛനെയും അമ്മയെയും എനിക്കൊന്ന് കാണണം. ഇമ്മാതിരി ഒന്നിനെയാണല്ലോ എന്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് എനിക്ക് അവരോട് ചോദിക്കണം. കാണട്ടെ ഞാൻ. വണ്ടി ഇരുട്ടിലൂടെ കുതിച്ചു പാഞ്ഞു. കാറിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത. ആര്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരക്ഷരം മിണ്ടാതെയിരുന്നു. ജിത്തുവിന്റെ കൈകൾ വേദന കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് സ്നേഹിച്ചിട്ടും അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടും താനൊരാപത്തിൽ കിടക്കുമ്പോൾ അവൾ കാണിച്ച ആ സ്വാർത്ഥത അവനെ തകർത്ത് കളഞ്ഞു. വണ്ടി ഓടിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നറിയാതെ 2 തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. റോഡിലെ കുഴികളിൽ വണ്ടി ചാടുമ്പോഴെല്ലാം ജിത്തു വേദന കൊണ്ട് പല്ല് കടിച്ചമർത്തി. എങ്കിലും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. സ്നേഹത്തിന്റെ തണലായി മാറേണ്ടവൾ ഒരു കല്ലുപോലെ അരികിലിരിക്കുന്നത് കണ്ടപ്പോൾ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നതെന്ന് അവൻ നടുക്കത്തോടെ ഓർത്തു. അവൻ ഒന്ന് ആര്യയെ നോക്കി. അവൾ അങ്ങനെ തന്നെ അരികിലിരിപ്പുണ്ട്. അവൾക്ക് ജിത്തുവിന്റെ വേദനയോ അവന്റെ രക്തം പുരണ്ട ശരീരമോ ഒന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു. ജിത്തു തന്നെ ദേഷ്യപ്പെട്ട് മുടിയിൽ പിടിച്ചു എന്ന വാശി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. എന്നെ ചീത്ത പറഞ്ഞല്ലേ, എല്ലാവരോടും ഞാൻ ചെന്ന് പറയും. സാരിയുടെ കാര്യം ഇത്ര വലിയ പ്രശ്നമാണോ എന്ന ചിന്തയിൽ അവൾ മുഖം വീർപ്പിച്ച് മറുവശത്തേക്ക് നോക്കിയിരുന്നു. ജിത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുമ്പോഴും അവൻ വണ്ടിയുടെ വേഗത കൂട്ടി. ആ സ്പീഡിലൂടെ തന്റെ ഉള്ളിലെ സങ്കടം തീർക്കാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. അവൻ ഇടയ്ക്ക് ആര്യയെ പാളി നോക്കി. ഒരു തുള്ളി കണ്ണുനീരോ ചെയ്ത തെറ്റിൽ ഒരു കുറ്റബോധമോ അവളുടെ മുഖത്തില്ല. തന്റെ ജീവിതം മുഴുവൻ അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടും ഇന്ന് താൻ മുറിവ് പറ്റി ഇത്ര വേദന സഹിച്ച് ഒരാശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ പോലും അവൾക്ക് അവളുടെ ആഡംബരം മാത്രമാണ് വലുതെന്നറിഞ്ഞപ്പോൾ അവന്റെ ആത്മാവ് കിടന്ന് നീറുകയായിരുന്നു. ആര്യേ, അവൻ മെല്ലെ വിളിച്ചു. അവന്റെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ മറുപടി നൽകിയില്ല. ഒരു പുച്ഛത്തോടെ അവൾ പുറത്തെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. നിനക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേടി? ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാണോ ഈ ശിക്ഷ തരുന്നത്? എനിക്ക് വയ്യാതിരിക്കുകയല്ലേ? ഒന്ന് തടവി തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് നിന്റെ ആഡംബര സാരിയാണോ വലുത്? അവൾ മിണ്ടിയില്ല. ആ നിശബ്ദത ജിത്തുവിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് വണ്ടി ഒന്നുകൂടി വേഗത്തിലാക്കി. പെട്ടെന്നാണ് വളവെത്തിയത്. ഒരു വലിയ കയറ്റം. വളവ് തിരിഞ്ഞതും എതിരെയുള്ള മലനിരകളിൽ നിന്ന് ലോറിയുടെ വെളിച്ചം വന്ന് അവന്റെ കണ്ണുകളിൽ അടിച്ചു. ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു വരികയാണ്, നേരെ തങ്ങളുടെ കാറിലേക്ക്. ആ ഒരു നിമിഷം, ആ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് ജിത്തുവിന്റെ ഉള്ളിലൂടെ തങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം മിന്നിമറഞ്ഞു. ഊട്ടിയിലെ തണുപ്പിൽ താൻ അവളെ പുതപ്പിച്ചു കൊടുത്തതും അവളുടെ നെറ്റിയിൽ ചുംബിച്ചതുമെല്ലാം ഒരു ചലച്ചിത്രം പോലെ അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ലോറി നേരെ വരുന്നത് ആര്യയുടെ വശത്തേക്കായിരുന്നു. തന്നെ ഇത്രയും ദ്രോഹിച്ചിട്ടും താൻ വേദന കൊണ്ട് പിടയുമ്പോൾ പുച്ഛിച്ചു തള്ളിയിട്ടും ആ മരണമുഖത്ത് വെച്ച് ആര്യക്കൊരു പോറലേൽക്കാൻ പോലും ജിത്തുവിന് ഇഷ്ടമായിരുന്നില്ല. അവൾക്കൊന്നും പറ്റരുത്, അവൾ ജീവിക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് സ്റ്റിയറിംഗ് ഇടത്തോട്ട് വെട്ടിച്ചു. ലോറി വരുന്ന വഴിയിലേക്ക് അവൻ തന്റെ വശം കാട്ടിക്കൊടുത്തു. ഭയാനകമായൊരു ശബ്ദത്തോടെ ലോറി കാറിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് ഇടിച്ചു കയറി. കാറിന്റെ മുൻഭാഗം ഒരു കടലാസ് കഷ്ണം പോലെ ചുരുണ്ടുപോയി. ചില്ലുകൾ ചിതറി ജിത്തുവിന്റെ ശരീരമാകെ തറച്ചു. കാർ റോഡരികിലെ ഒരു മരത്തിൽ പോയി ഇടിച്ചു നിന്നു. നിശബ്ദത, വല്ലാത്തൊരു നിശബ്ദതയാൽ അവിടം മൂടി.
ആര്യയ്ക്കും പരിക്കേറ്റെങ്കിലും സാരമായ പരിക്കുകളില്ലായിരുന്നു. അവൾ നടുക്കത്തോടെ നോക്കുമ്പോൾ കാണുന്നത് സ്റ്റിയറിംഗിനും ലോറിയുടെ ഇരുമ്പു തണ്ടുകൾക്കുമിടയിൽ ഞെരിഞ്ഞമർന്നു കിടക്കുന്ന ജിത്തുവിനെയാണ്. അവന്റെ തലയിൽ നിന്നും നെഞ്ചിൽ നിന്നും രക്തം ചാലിട്ടൊഴുകുന്നു. ജിത്തുവേട്ടാ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. ജിത്തു പകുതി അടഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. അവൾക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവന്റെ ആ കരിഞ്ഞുപോയ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അപ്പോഴും അവന്റെ കണ്ണുകളിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയം മാത്രമായിരുന്നു. സാരമില്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ജിത്തുവിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. അവന്റെ വായിലാകെ രക്തം കൊണ്ട് നിറഞ്ഞു. ആര്യ അപ്പോഴാണ് അറിഞ്ഞത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജിത്തു ലോറിയിലേക്ക് അവന്റെ വശം കൊടുത്തതെന്ന്. താൻ വെറുത്ത, അല്പം മുൻപ് വരെ താൻ വഴക്കിട്ട തന്റെ ഏട്ടൻ സ്വന്തം ജീവൻ നൽകി തന്നെ കാത്തു. അവൾ അവന്റെ കയ്യിൽ പിടിക്കാൻ നോക്കി. പക്ഷെ ജിത്തുവിന്റെ ആ കൈകൾ കുഴഞ്ഞു പോയിരുന്നു. ജിത്തുവിന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. ആ വിജനമായ റോഡിൽ തകർന്ന കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആര്യ അലറിക്കരഞ്ഞു. പക്ഷേ ആ കരച്ചിൽ കേൾക്കാൻ ജിത്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ എല്ലാ വേദനകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ആ മായാലോകത്തു നിന്നും എന്നേക്കുമായി വിടവാങ്ങിയിരുന്നു. ആ രാത്രിയുടെ ഭീകരതയിൽ നിന്നും ഒരു പുതിയ പ്രഭാതം പിറന്നു. പക്ഷേ ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട പ്രഭാതമായിരുന്നു അത്. ആശുപത്രിയുടെ വെള്ള ചുവരുകൾക്കിടയിൽ മരുന്നിന്റെ ഗന്ധമുള്ള ആ മുറിയിൽ അവൾ കണ്ണു തുറക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ അച്ഛനും അമ്മയും അരികിലുണ്ടായിരുന്നു. കണ്ണു തുറന്ന നിമിഷം തന്നെ കഴിഞ്ഞ രാത്രിയിലെ ആ ഭീകര ദൃശ്യങ്ങൾ അവളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. ലോറിയുടെ വെളിച്ചം, തകരുന്ന കാറിന്റെ ശബ്ദം, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ജിത്തുവേട്ടൻ. ജിത്തുവേട്ടാ! അവൾ ഒരു ഞെട്ടലോടെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ വെപ്രാളത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പിന്റെ സൂചി ഇളകിത്തെറിച്ചു. കയ്യിൽ നിന്ന് രക്തം വാർന്നിട്ടും അവൾ അതൊന്നും അറിഞ്ഞില്ല. ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞു. മോളെ അടങ്ങ്, കരയല്ലേ. അച്ഛനും അമ്മയും കൂടി അവളെ ബലമായി പിടിച്ചിരുത്താൻ ശ്രമിച്ചു. പക്ഷേ അവൾ അലറി കരയുകയായിരുന്നു. എന്റെ ജിത്തേട്ടൻ എവിടെ? എന്റെ ഏട്ടൻ എന്തു പറ്റി? ഏട്ടൻ എന്നെ വിട്ടുപോയോ? അവൾ ഏങ്ങലടിക്കുമ്പോൾ അമ്മ അവളെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൽ എല്ലാ ഉത്തരവും ഉണ്ടായിരുന്നു. ആര്യയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാൻ ആ പാവത്തിന് ഒരു സമാധാനം കൊടുത്തില്ലല്ലോ അമ്മേ. തോളിൽ വലിയ മുറിവും പറ്റി വന്നതാ. വേദനയും വെച്ച് വീട്ടിൽ കിടക്കുകയായിരുന്നു എന്റെ ഏട്ടൻ. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാ വണ്ടി ഓടിച്ചത്. എന്റെ വാശിയല്ലേ അമ്മേ ഏട്ടന്റെ ജീവൻ എടുത്തത്. എനിക്കിനി ആരുണ്ടമ്മേ? അവൾ തന്റെ തല ഭിത്തിയിലിടിച്ച് കരഞ്ഞു. ഇന്നലെ കാണിച്ച ഓരോ വാശിയും ഓരോ ക്രൂരതയും അവളുടെ മനസ്സിനെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവസാനമായി ഏട്ടൻ എന്നോട് ചോദിച്ചത് എന്നെ ഒന്ന് നോക്കാനല്ലേ അമ്മേ? ഞാൻ ആ ഫോണിലല്ലേ നോക്കിയത്. എനിക്ക് അപ്പോഴും ഒരു സാരി ആയിരുന്നില്ലേ വലുത്? ഇനി എനിക്ക് എന്തിനാ അമ്മേ സാരി? അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമ്മയ്ക്കും അച്ഛനും മറുപടി ഉണ്ടായിരുന്നില്ല. എന്നെ ഒന്ന് കൊന്നുതാ അമ്മേ, എനിക്കിനി ജീവിക്കണ്ട. അവൾ അമ്മയോട് അപേക്ഷ പോലെ പറഞ്ഞു കരഞ്ഞു. തളർന്നു പോയ മോളെ നോക്കി അമ്മ അപ്പോൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് നിന്നെ തന്നെ കൊല്ലാൻ പറ്റില്ല. നിന്നെ മാത്രം കൊന്നാ പോരാ. നിന്റെ വയറ്റിൽ ഒരു ജീവനുണ്ട്. ജിത്തുവിന്റെ കുഞ്ഞുണ്ട് നിന്റെ വയറ്റിൽ. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ ആര്യയ്ക്ക് തോന്നി. അമ്മേ, എന്തായി പറയുന്നത്? അതെ മോളെ, ഡോക്ടർമാര് പറഞ്ഞു നീ ഗർഭിണിയാണ്. 3 മാസം. ജിത്തു പോയത് അവന്റെ ഒരു പാതിയെ നിന്റെ ഉള്ളിൽ ബാക്കി വെച്ചിട്ടാണ്. ആര്യക്കത് കേട്ടപ്പോൾ ഒരാശ്വാസമല്ല, മറിച്ച് വലിയൊരു ശിക്ഷ കിട്ടിയതുപോലെയാണ് തോന്നിയത്. അവൾ വയറിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു. ഇതെനിക്ക് ദൈവം തന്ന ശിക്ഷയാണമ്മേ. കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ജിത്തുവേട്ടനെ മറന്ന് മറ്റൊരു ജീവിതം തേടുമായിരിക്കാം. പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല. ഈ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ആ മുഖം ഓർമ്മ വരും. എന്റെ ഏട്ടനെ ഞാൻ എങ്ങനെയാ കൊന്നതെന്ന് ഈ കുഞ്ഞെന്നോട് ചോദിക്കില്ലേ അമ്മേ? ജിത്തു അപ്പോ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വാർത്ത അറിഞ്ഞിരുന്നെങ്കിൽ, തനിക്ക് ലഭിക്കുമായിരുന്ന സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം നുറുങ്ങി. ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ എന്നെ തോളത്തും തലയിലും വെച്ച് നോക്കിയേനെ അമ്മേ. ഒരു തുള്ളി കണ്ണുനീർ പോലും വീയാൻ സമ്മതിക്കില്ലായിരുന്നു. ആ പാവത്തിന് ഈ സന്തോഷം കൊടുക്കാതെ ഞാൻ കൊന്നു കളഞ്ഞല്ലോ. അവൾ അവിടെ കട്ടിലിൽ കിടന്ന് നിലയില്ലാതെ കരഞ്ഞു. വൈകുന്നേരത്തോടെ ജിത്തുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിച്ചു. ആര്യയെ താങ്ങിപ്പിടിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. വീടിന് മുന്നിൽ പന്തൽ ഉയർന്നിരിക്കുന്നു. കരച്ചിലുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ജിത്തുവിന്റെ പെങ്ങളും ബന്ധുക്കളും ആര്യയെ കണ്ടതും അലറിക്കരഞ്ഞു. അവർക്ക് മുന്നിൽ നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല. വീടിന്റെ ഉമ്മറത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരം കണ്ടപ്പോൾ ആര്യയുടെ ബോധം മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. ചോര നീരാക്കി ജിത്തു പണിത ആ വീട്ടിൽ അവൻ അപ്പോൾ ജീവനില്ലാതെ കിടക്കുന്നു. അപകടത്തിൽ തകർന്നുപോയ ആ മുഖം തുന്നിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ മരവിച്ച ശരീരത്തിനരികിലിരുന്നു. ഒന്ന് ചുംബിക്കാൻ പോലും ആകാത്ത വിധം ആ മുഖം മാറിയിരുന്നു. ജിത്തോട്ടാ, എഴുന്നേൽക്ക്. എനിക്കൊന്നും വേണ്ട ഏട്ടാ. ഏട്ടനൊന്ന് കണ്ണു തുറക്ക്. എന്റെ ഏട്ടനൊന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി. അവൾ അവന്റെ പാദങ്ങളിൽ തലവെച്ച് കരഞ്ഞു.
താൻ അവസാനമായി ചീത്ത വിളിച്ചതും വേദനയോടെ അവൻ ദേഷ്യപ്പെട്ടതും ആദ്യമായി മുടിയിൽ പിടിച്ചു വലിച്ചതും എല്ലാം ഓർത്ത് അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. പക്ഷേ ആ കൈകൾക്ക് പഴയ ചൂടില്ലായിരുന്നു. പ്രായത്തിൽ കൂടുതൽ വിയർപ്പും തഴമ്പുമുള്ള ചെറുപ്പക്കാരന്റെ കൈകൾ എന്നേക്കുമായി തണുത്തുറഞ്ഞിരുന്നു. അവൾക്ക് മാപ്പ് നൽകാൻ പോലും കാത്തു നിൽക്കാതെ അവൻ പോയി കഴിഞ്ഞു. തന്റെ വയറ്റിലെ കുഞ്ഞിനെ കാണാൻ അതിന്റെ അച്ഛൻ ഇനി വരില്ല എന്ന സത്യം ആര്യയെ എന്നേക്കുമായി തകർത്തു കളഞ്ഞു. കുറച്ചുനേരം അവൾ അവനരികിൽ തന്നെ ഇരുന്നു. ആ വീടിന്റെ നടുത്തളത്തിൽ മരവിച്ചു കിടക്കുന്ന ജിത്തുവിന്റെ ആ ചേതനയറ്റ ശരീരം നോക്കിയിരിക്കുമ്പോൾ ആര്യയുടെ ബോധം മറഞ്ഞു തുടങ്ങിയിരുന്നു. ചുറ്റുമുള്ളവരുടെ വിലാപങ്ങളോ ആശ്വസിപ്പിക്കാൻ എത്തുന്നവരുടെ വാക്കുകളോ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ ജിത്തുവിന്റെ ആ വിളറിയ മുഖത്ത് തറഞ്ഞു നിന്നു. ആ കാഴ്ചയിൽ നിന്ന് അവളുടെ മനസ്സ് പതുക്കെ പിന്നോട്ട് ഓർമ്മകളുടെ വസന്തകാലത്തേക്ക് ഊളിയിട്ടു. അവളുടെ കണ്ണുകൾ പകുതി അടഞ്ഞു. പെട്ടെന്ന് ആ പഴയ മുറി അവളുടെ മുന്നിൽ തെളിഞ്ഞു. ജിത്തു പണി കഴിഞ്ഞ് വന്ന് കട്ടിലിൽ തളർന്നു കിടക്കുകയാണ്. അവൾ അരികിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആ തഴമ്പിച്ച കൈകൾ കൊണ്ട് അവളെ വലിച്ചടുപ്പിക്കും. കട്ടിലിൽ അവർ കെട്ടിമറിഞ്ഞും പരസ്പരം കൊഞ്ചിച്ചും കഴിഞ്ഞ ആ നിമിഷങ്ങൾ. ജിത്തുവേട്ട വീട്, എനിക്ക് പണിയുണ്ട് എന്നവൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ, പണിയൊക്കെ അവിടെ നിൽക്കട്ടടി, എന്റെ പെണ്ണല്ലേ നീ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു. ഊട്ടിയിലെ ആ തണുപ്പുള്ള രാത്രിയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ച് പുതപ്പിച്ചു തന്ന ജിത്തുവിന്റെ ചൂട് അവൾ ഇപ്പോഴും തൊട്ടറിയുന്നത് പോലെ അവൾക്ക് തോന്നി. നിനക്ക് തണുക്കുന്നുണ്ടോ ആര്യേ എന്ന അവന്റെ സ്നേഹനിർഭരമായ ചോദ്യം അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു. താൻ കുറുമ്പ് കാണിക്കുമ്പോൾ എടുത്തുയർത്തി കട്ടിലിലേക്ക് എറിയുന്നതും തന്റെ മുഖത്ത് വിരലുകൾ കൊണ്ട് തലോടി സ്വപ്നങ്ങൾ പറയുന്നതുമെല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ അവളുടെ മങ്ങിയ ബോധത്തിലൂടെ കടന്നുപോയി. പെട്ടെന്ന് ആരോ അവളുടെ തോളിൽ തൊട്ടപ്പോൾ ആ മനോഹരമായ സ്വപ്നലോകം തകർന്നു. മുന്നിൽ കാണുന്നത് സ്നേഹനിധിയായ ആ ഭർത്താവിനെയല്ല, മറച്ച് തുന്നിക്കെട്ടിയ മുഖവുമായി മൂക്കിൽ പഞ്ഞി തിരുകി ചലനമറ്റ് കിടക്കുന്ന ഒരു ജഡത്തെയാണ്. താൻ അവസാനമായി കാണിച്ച ആ വാശിയും ആ ഇരുട്ടിലെ യാത്രയും അവന്റെ അവസാനത്തെ ആ ചിരിയും ഓർമ്മ വന്നപ്പോൾ ആര്യയുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരം വന്നു നിന്നു. എന്റെ ജിത്തുവേട്ടാ, എന്നെ ഒന്ന് വിളിക്ക്, നമുക്കിനി വഴക്കിടണ്ട, എനിക്കൊന്നും വേണ്ട ഏട്ടാ, ഏട്ടനൊന്ന് എഴുന്നേൽക്ക്. അവൾ ആ മരവിച്ച ശരീരത്തിന് മുകളിലേക്ക് കമഴ്ന്നു വീണു. ആ തണുപ്പ് അവളുടെ ദേഹത്തെ കരിച്ചു കയറി. അവളുടെ വയറിനുള്ളിൽ കുഞ്ഞപ്പോൾ ഒന്ന് തുടിച്ചു. ഈ ഭൂമിയിൽ ജിത്തുവിന്റെ അവസാനത്തെ അടയാളം. അവൾക്ക് ശ്വാസം കിട്ടാതെ വരികയായിരുന്നു. നെഞ്ചിലാകെ ഒരു പിടുത്തം. കാഴ്ചകൾ മങ്ങി, ശബ്ദങ്ങൾ അകന്നുപോയി. അവളുടെ ശരീരം പതുക്കെ തളർന്ന് ആ തറയിലേക്ക് വീണു. ആര്യ എന്ന അമ്മയുടെ നിലവിളി കേൾക്കാം. ബോധം മറയുന്ന സെക്കൻഡിൽ അവൾ കണ്ടത് ഊട്ടിയിലെ മലനിരകളിൽ തന്നെയും നോക്കി കൈവീശി നിൽക്കുന്ന ചിരിക്കുന്ന ജിത്തുവിനെ ആയിരുന്നു. അവൾ ആ ഇരുട്ടിലേക്ക് വീഴുമ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു, ജിത്തുവേട്ടാ, എന്നെ തനിച്ചാക്കല്ലേ. ജിത്തുവിന്റെ വിയോഗത്തിന് ശേഷം ആ വീടൊരു ശ്മശാനം പോലെ നിശബ്ദമായിരുന്നു. ആര്യ ഇപ്പോൾ പഴയ ആര്യയല്ല. തല്ലിപ്പൊളിച്ച സ്വന്തം ഫോണും ലൈക്കുകളും അവൾ എന്നെ ഉപേക്ഷിച്ചു. ഇന്ന് അവളുടെ ആകെയുള്ള കൂട്ട് ജിത്തുവിന്റെ ആ പഴയ ഫോണാണ്. അന്ന് രാത്രി വയക്കിട്ടിറങ്ങിയപ്പോൾ അവൻ തന്റെ ഫോൺ എടുക്കാൻ മറന്നിരുന്നു. ആ ഫോണിന്റെ ഡിസ്പ്ലേയിൽ തെളിയുന്ന അവരുടെ പഴയ ഒരു ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൾ മണിക്കൂറുകളോളം ഇരിക്കും. രാത്രിയിൽ ആ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൾ ഉറങ്ങുക. അതിലിപ്പോഴും ജിത്തുവിന്റെ വിരലടയാളങ്ങളും വിയർപ്പിന്റെ മണവുമുണ്ടെന്ന് അവൾക്കറിയാം. ജിത്തു മരിച്ച വിവരം നാട്ടുകാരും കൂട്ടുകാരും അറിഞ്ഞതുകൊണ്ട് തന്നെ ആ ഫോണിലേക്ക് പിന്നീട് കോളുകളൊന്നും വന്നിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ജനാലയ്ക്കലിരുന്ന് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്ന ആര്യയുടെ കയ്യിലിരുന്ന് ജിത്തുവിന്റെ ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചു. അപരിചിതമായ ഒരു നമ്പർ ആയിരുന്നു അത്. ജിത്തുവേട്ടൻ തന്നെ വിളിക്കുകയാണോ എന്ന് പോലും ഒരു നിമിഷം അവൾ മോഹിച്ചു പോയി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്തു. ഹലോ, ഇത് ജിത്തു സാറിന്റെ നമ്പറല്ലേ? മറുപുറത്ത് ഒരു പുരുഷ ശബ്ദം. അതെ, ജിത്തുവേട്ടൻ. ഏട്ടനില്ല. ആര്യയുടെ ശബ്ദമിടറി. ഓ മേഡം, ജിത്തു സാറിന്റെ വൈഫാണോ? ഞങ്ങളൊരു ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുകയാണ്. സാർ ഇവിടെ ഒരു ഗോൾഡ് സ്കീമിൽ ചേർന്നിരുന്നു. വരുന്ന നവംബർ 24-ന് വെഡിങ് ആനിവേഴ്സറി ആണെന്നും അന്ന് വൈഫിന് കൊടുക്കാൻ ഒരു സ്പെഷ്യൽ ഡയമണ്ട് റിംഗ് വേണമെന്നുമാണ് സാർ പറഞ്ഞിരുന്നത്. ആ സ്കീം പൂർത്തിയായിട്ടുണ്ട് മേഡം. സാറിനോട് മോഡൽ ഒന്ന് സെലക്ട് ചെയ്യാൻ പറയാമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ആ വാക്കുകൾ ആര്യയുടെ കാതുകളിൽ ഇടിത്തി പോലെയാണ് പതിച്ചത്. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീയാൻ പോയി. നവംബർ 24, അവരുടെ വിവാഹ വാർഷികം. അവൾ പോലും മറന്നുപോയ ആ തീയതിക്ക് വേണ്ടി തോളിൽ കല്ല് ചുമന്ന് കിട്ടുന്ന കൂലിയിൽ നിന്ന് ഓരോ പൈസയും മാറ്റിവെച്ച് അവൻ അവൾക്ക് വേണ്ടി ഒരു സമ്മാനം ഒരുക്കുകയായിരുന്നു. വണ്ടിയുടെ ലോണും വീട്ടുചെലവും കഴിഞ്ഞ് ബാക്കിയാകുന്ന തുച്ഛമായ തുക അവൾക്കൊരു മോതിരം വാങ്ങാൻ അവൻ കരുതി വെച്ചിരുന്നു. താൻ ഒരു സാരിക്ക് വേണ്ടി വഴക്കിട്ടപ്പോൾ അവൻ തനിക്ക് നൽകാൻ പോകുന്നത് ഇത്ര വലിയൊരു സ്നേഹമായിരുന്നെന്ന് അവൾ അറിഞ്ഞില്ല. എനിക്കൊന്നും വേണ്ടായിരുന്ന
ഏട്ടാ, ഏട്ടനെ മതിയായിരുന്നു. അവൾ ഇടർച്ചയോടെ ഫോൺ കട്ടാക്കി പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണിൽ നിന്ന് നിർത്താതെ ഒഴുകിയ കണ്ണുനീർ തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി അവളുടെ വയറിലേക്ക് പതിച്ചു. ആ നിമിഷം അവളുടെ ഉള്ളിൽ ആ കുഞ്ഞാദ്യമായി ഒന്നനങ്ങി. ജിത്തുവിന്റെ ആ ജീവൻ തന്റെ വയറിനുള്ളിൽ ഒന്ന് തുടിക്കുന്നത് ആര്യ അറിഞ്ഞു. അവൾ തന്റെ വയറിൽ മുറുകെ പിടിച്ചു. ജിത്തു പോയി കഴിഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിന് വലുതാകുമ്പോൾ അച്ഛൻ്റെതായി നൽകാൻ അവളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ജിത്തുവിന്റെ സ്നേഹവും അവൻ തന്ന സന്തോഷവും പിന്നെ അവന്റെ ഓർമ്മകളിൽ അവൾ ഒഴുക്കിയ ഈ കണ്ണുനീർ തുള്ളികളും മാത്രം. ആ കണ്ണുനീർ തുള്ളികൾക്ക് തന്റെ അച്ഛന്റെ സ്നേഹത്തിന്റെ ഉപ്പും ചൂടുമുണ്ടെന്ന് ആ കുഞ്ഞും തിരിച്ചറിയുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ ജീവിതം കണ്ടും ആർഭാടം മോഹിച്ചും താൻ കാട്ടിക്കൂട്ടിയതൊക്കെയും ഇന്ന് തനിക്ക് തന്നെ അനുഭവിച്ചു തീർക്കാനുള്ള ഒരു ജന്മത്തിന്റെ മുഴുവൻ കണ്ണുനീരായി മാറി. ജിത്തു ബാക്കി വെച്ച ആ മോതിരം വാങ്ങാൻ പോയിട്ട് അവന്റെ ചിതയിലെ ചാരമൊന്ന് തൊടാൻ പോലും കരുത്തില്ലാതെ ആര്യ ആ മുറിയിൽ തളർന്നിരുന്നു. സ്നേഹിക്കാൻ വൈകിപ്പോകുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളു പൊള്ളിക്കുന്ന ഒരു നീറുന്ന ഓർമ്മയായി ഇനിയുള്ള കാലം അവൾ ജീവിക്കും.